മിക്സ് ആൻഡ് മേക്ക് വിത്ത് ഷെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബെഡ്ഷീറ്റ് ചുളിവുകളില്ലാതെ വളരെ നീറ്റായിട്ട് എങ്ങനെയാണ് ഇടുന്നതെന്ന് നോക്കാം. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ ബെഡ്ഷീറ്റ് നമുക്ക് എത്ര ശ്രദ്ധിച്ചാലും നീറ്റായിട്ട് കിടക്കില്ല. അപ്പം നമുക്ക് ഇത് കറക്റ്റ് ടൈറ്റ് ആക്കിയിട്ട് നമുക്ക് ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ബെഡ്ഷീറ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഡബിൾ കോട്ടിൻ്റെ ബെഡ്ഷീറ്റാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. നമ്മൾ ഏത് ബെഡിന് ചെയ്താലും നമ്മൾ സാധാരണ വിരിക്കുന്ന ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിന് കുറച്ചുള്ളിലേക്ക് മടക്കി വെക്കാനൊക്കെ കാണുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ബെഡ്ഷീറ്റ് എടുക്കുക. അപ്പം നമുക്കിത് കവറായിട്ട് ബെഡ് കവറായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇതേപോലെ ഷീറ്റ് കൊണ്ട് തന്നെ തയ്ച്ചിട്ട് ബെഡ് കവറായിട്ടും വേണമെങ്കിലും ഉപയോഗിക്കാം. ബെഡ്ഷീറ്റിൻ്റെ നീളം വീതിയും കണക്കാക്കാനായിട്ട് ഇപ്പം നമുക്ക് സാധാരണ അതിന് പാകത്തിനുള്ള ബെഡ്ഷീറ്റാണ് എങ്കിൽ അത് തന്നെ എടുത്താൽ മതി. ഇപ്പം നീളം ഉള്ളിലേക്ക് കറക്റ്റായിട്ട് മടക്കി വെക്കാൻ കാണണം, വീതിയിലും കാണണം. അങ്ങനെയാണെങ്കിൽ അത് തന്നെ നമ്മൾ എടുക്കുക. ഒത്തിരി നീളത്തിലും വീതിയിലും എടുക്കരുത് കേട്ടോ, അപ്പം നമ്മുടെ അളവുകൾ തെറ്റും, അപ്പം കറക്റ്റായിട്ട് കിട്ടില്ല. അതിനായിട്ട് ഇനിയിപ്പോൾ കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നീളത്തേക്കാളും 20 ഇഞ്ച് കൂടുതൽ എടുക്കുക. അതുപോലെ തന്നെ അതായത് ബെഡിൻ്റെ നീളത്തേക്കാളും 20 ഇഞ്ച് കൂടുതൽ എടുക്കുക. അതുപോലെ തന്നെ വീതിയേക്കാളും ബെഡിൻ്റെ വീതി എടുക്കുക, അതിനേക്കാളും 20 ഇഞ്ച് കൂട്ടിയെടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും, ഉള്ളിലേക്ക് മടക്കി വെക്കാനുള്ളതും കൂടി കിട്ടും. ഇനി നമുക്ക് ഇതിനെ ഞാൻ ആദ്യം പേപ്പറിൽ കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് മടക്കുന്നതെന്ന്. അപ്പോൾ നീളവും വീതി ഇതുപോലെയുള്ള ഒരു ബെഡ്ഷീറ്റ് ആണെങ്കിൽ നമ്മൾ ആദ്യം നടുവേ ഒന്ന് മടക്കുക. അതിനുശേഷം സെൻറ്ററിൽ കൂടി മടക്കിയതിന് ശേഷം വീണ്ടും മടക്കുക. ഇതുപോലെ 4ആയിട്ട് മടക്കുക. അപ്പോൾ ബെഡ്ഷീറ്റിൽ ഇത് കാണിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ് പേപ്പറിൽ ആദ്യം ഒന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് 4ആയിട്ട് മടക്കി. അപ്പം ഈ കോർണർ കണ്ടോ, ഇവിടെ നമുക്ക് മടങ്ങിയ സൈഡാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ മടങ്ങിയ സൈഡിൻ്റെ ഓപ്പോസിറ്റ് കോർണർ നമ്മൾ എടുക്കുക. അവിടെ നമുക്ക് ഇതുപോലെ മടങ്ങാത്ത ഓരോ പീസായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ സൈഡിൽ നിന്ന് നമ്മൾ ഇതുപോലെ 10 ഇഞ്ച് വീതം 2 സൈഡിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക, 10 ഇഞ്ച്. അപ്പം ഇത് ഞാൻ പേപ്പറിലായതുകൊണ്ട് കുറച്ച് ചെറിയ ഒരു അളവാണ് കാണിക്കുന്നത്. അപ്പോൾ 10 ഇഞ്ച് നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്യുക, അതുപോലെ ഒരു സ്ക്വയർ ആക്കി എടുക്കുക. അപ്പോൾ താഴേക്കും 10 ഇഞ്ച് നീളം, ഇതിൻ്റെ നീളവും വീതിയും 10 ഇഞ്ച് വീതം. അപ്പോൾ ആ കോർണറിൽ ഇതുപോലെ ഒരു സ്ക്വയർ ആക്കി 10 ഇഞ്ച് നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് കട്ട് ചെയ്ത് മാറ്റുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ് കേട്ടോ. വളരെ സിമ്പിളാണ്, നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റ് ഇതുപോലെ മടക്കിയതിന് ശേഷം കണ്ടോ, അപ്പോൾ ഇതേ രീതിയിൽ കിട്ടി കോർണറുകൾ. അപ്പോൾ നമുക്ക് ആ കിട്ടുന്ന അവിടെ ഇതേപോലെ അത് ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഉൾവശത്ത് ഇങ്ങനെ 4 കോർണറിലും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് അത് മടങ്ങിയിരിക്കും. പിന്നെ നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് അത് പിന്നീട് തയ്ക്കുമ്പോൾ കാണിക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ബെഡ്ഷീറ്റ് 4ആയിട്ട് മടക്കിയിട്ടു. അപ്പോൾ ആ കോർണർ ഇപ്പോൾ മടക്ക് സൈഡ് നമ്മുടെ വശത്തേക്ക് വെച്ചിട്ട് ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് കോർണർ സൈഡ് നമ്മളിപ്പോൾ എടുക്കുകയാണ്. കണ്ടോ, ഈ സൈഡ് നമ്മൾ എടുത്തു. ഇവിടെ തുറന്ന ഭാഗമാണ്. അപ്പോൾ അവിടെ നമ്മൾ 10 ഇഞ്ച് വീതം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, 10 ഇഞ്ച് നമ്മൾ നീളവും വീതിയും 10 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിലേക്ക് 10 ഇഞ്ച് കൊടുത്തു. അതുപോലെ തന്നെ താഴേക്കും 10 ഇഞ്ച് നമ്മളൊന്ന് അളക്കുക. അപ്പം ഇവിടെ ഒരു സ്ക്വയർ ആയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ സൈഡിലും 10 ഇഞ്ച് തന്നെ, അതുപോലെ എല്ലാ സൈഡും 10 ഇഞ്ച് തന്നെ നമ്മൾ എടുക്കുക. അപ്പോൾ ഇതൊരു സാധാരണ ബെഡിന് ആണ് കേട്ടോ ഈ 10 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതുപോലെ താഴെയും 10 ഇഞ്ച്. ഇനിയിപ്പോൾ നമുക്ക് തിക്നെസ് കൂടുതലുള്ള ബെഡുകൾ ഉണ്ടാവുമല്ലോ, കനം കൂടിയ ബെഡുകൾ. അപ്പോൾ നമ്മൾ അതിൻ്റെ കനം ഒന്ന് എടുക്കുക. അതിനുശേഷം അത് നമുക്ക് ഉള്ളിലേക്കും കൂടി മടക്കാനായിട്ട് ആവശ്യമുള്ള തുണി വേണം. അപ്പം നമ്മളുടെ ആ തിക്നെസ്സിൻ്റെ ഇരട്ടി എടുക്കുക. നമ്മുടെ ബെഡിൻ്റെ ആ ഒരു കനം ഉണ്ടല്ലോ, ആ കനത്തിൻ്റെ ഇരട്ടി നമ്മൾ എടുക്കുക. അപ്പോൾ ഇവിടെ സാധാരണ ഒരു ബെഡിന് നമുക്കൊരു 5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇരട്ടി 10 ആയിട്ടാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ആ ബെഡിൻ്റെ ഓരോ കനം അനുസരിച്ച് അതിൻ്റെ ഇരട്ടി നമ്മൾ എടുത്തിട്ട് അത് മാർക്ക് ചെയ്യുക. ഇപ്പം കുറച്ചും കൂടി കനമുള്ള ബെഡാണെങ്കിൽ ഒരു 12 ഇഞ്ച് വരെ നമുക്ക് ഇതുപോലെ നീളവും വീതിയും എടുക്കേണ്ടി വരും. അതിന് ശേഷം ഇത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ലൈനിൽ നിന്ന് വീണ്ടും ഒരു 10 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യണം കേട്ടോ. ഈ 2 സൈഡിലേക്ക് മാത്രം ഇതുപോലെ 10 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇലാസ്റ്റിക് അവിടെ സ്റ്റിച്ച് ചെയ്യുന്നതിനാണ്. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ആ 2 കോർണറുകളിലും നമ്മൾ ഇതുപോലെ
വീണ്ടും അവിടുന്ന് ഇതേപോലെ 10 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം ഇതിങ്ങനെ മടക്കിയതിന് ശേഷം നമ്മൾ അവിടെ ഒരു കട്ടിങ് കൊടുക്കുകയാണ്, എല്ലാ ലെയറിലേക്കും ആ കട്ടിങ് വരത്തക്ക രീതിയിൽ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ആ മാർക്കിങ് നോക്കി ഇലാസ്റ്റിക് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ ഈ കോർണറിൽ നമ്മൾ ഇതുപോലെ ഈ സൈഡിലും എല്ലാ ലെയറിലും കൂട്ടിയിട്ട് നമ്മളിതുപോലെ ഓരോ കട്ടിങ് കൊടുത്തു. ഇതൊരു മാർക്കിംഗ് ആണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ആദ്യം വരച്ച സ്ക്വയർ ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ്. കണ്ടോ, അത് കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ് കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് കോർണറിൽ നിന്ന് നമ്മൾ ഈ 10 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി, ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി. അതിനുശേഷം ആ കോർണറിൽ നിന്ന് വീണ്ടും 10 ഇഞ്ച് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഈ കോർണറിലും ഒന്ന് മാർക്ക് ചെയ്തു. ഇത്രയേ ഉള്ളൂ ആകെ മാർക്കിങ്. അപ്പോൾ നമുക്ക് ഈ പോർഷൻ ഇങ്ങനെയാണല്ലോ കിട്ടിയത്, കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ. അപ്പോൾ നമ്മൾ അതിനെ നല്ല വശം ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ചീത്ത വശത്ത് ഈ കോർണർ ഇങ്ങനെ അടിച്ചു കൊടുക്കുക, 1/2 ഇഞ്ച് വീതിയിൽ. നല്ല വശം തൂടി അടിക്കരുത് കേട്ടോ, നല്ല വശം ഉള്ളിലാക്കിയിട്ട് വേണം നമ്മൾ ചീത്ത വശത്ത് ഇതുപോലെ അടിച്ചു കൊടുക്കുക. 2 പ്രാവശ്യം അടിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ബലത്തിൽ ബെഡ്ഷീറ്റ് നമുക്ക് ഉപയോഗിക്കേണ്ടതാണല്ലോ എപ്പോഴും. അപ്പോൾ നല്ല ബലത്തിൽ കിട്ടുന്നതിന് വേണ്ടി 2 or 3 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്താലും കുഴപ്പമില്ല, തുന്നൽ വിടാതിരിക്കാനായിട്ട്. അതുപോലെ എല്ലാ കോർണറുകളും ഇതുപോലെ നമ്മൾ ചീത്ത വശത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ, വളരെ എളുപ്പമല്ലേ. അതുപോലെ 4 സൈഡും നമ്മൾ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തെടുത്തു കേട്ടോ, ഒരു സൈഡ് വീതം ചെയ്തെടുത്തതാണ്. അപ്പോൾ നമ്മൾ തിരിച്ചിടുമ്പോൾ നമുക്ക് അവിടെ ഒരു കോൺ പോലെ കിട്ടും. അത് ബെഡിൻ്റെ ആ കോർണറിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തപ്പോൾ നമ്മൾ വീണ്ടും അവിടെ ഒരു 10 ഇഞ്ച് മാർക്കിങ് കൊടുത്തിരുന്നില്ല, കട്ടിങ്, അതിങ്ങനെയായിട്ട് വരും കറക്റ്റായിട്ട്. അപ്പോൾ ആദ്യം കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഈ കോർണറിൽ നിന്ന് വീണ്ടും 10 ഇഞ്ച് ഓരോ കോർണറിലും അളക്കുക. അത് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഇത് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടായിരിക്കും. ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്ത ഈ ലൈനിൽ നിന്നാണ് ഇനി നമ്മൾ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പം 2 സൈഡിലേക്ക് ഇപ്പോൾ ഇവിടെ നമ്മൾ 10 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതേപോലെ ഇലാസ്റ്റിക് എടുക്കാം. ഇതിപ്പോൾ ഞാൻ 1/2 ഇഞ്ച് വീതിയിലുള്ള ഇലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. ഒത്തിരി വീതിയിലുള്ള ഇലാസ്റ്റിക് എടുക്കരുത്, അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ്, കാരണം അവിടെ മടക്കി അടിക്കണം നമുക്ക്. അപ്പോൾ നമ്മൾ ഇതേപോലെ ആ മാർക്കിങ് കൊടുത്ത പോർഷൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇതേപോലെ ഇലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ട് വലിച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പീസായിട്ട് നമ്മൾ മുറിക്കേണ്ട, ലാസ്റ്റ് നമുക്ക് വരുമ്പോൾ അവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇവിടെ വെച്ച് 1/2 ഇഞ്ച് വീതം നമ്മളിങ്ങനെ ഉള്ളിലേക്ക് മടക്കി അവിടെ ഒന്ന് ആദ്യം ഒന്ന് ഫിക്സ് ചെയ്തതിന് ശേഷം വലിച്ചു പിടിച്ചിട്ട് അങ്ങോട്ട് അടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ, നമ്മളിവിടെ ആ മാർക്കിങ്ങിൻ്റെ അവിടെ ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇലാസ്റ്റിക് മൂടത്തക്ക രീതിയിൽ നമ്മൾ ഇതേപോലെ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യം നമുക്ക് അവിടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം, കാരണം വലിയുമ്പം നല്ലപോലെ വലിച്ചിൽ വരും ബെഡിൽ കിടക്കുമ്പോൾ. അപ്പം നല്ലതായിട്ട് ലോക്ക് ചെയ്തിടണം, അല്ലെങ്കിൽ വിട്ടുപോകും ഇലാസ്റ്റിക് അവിടെ നിന്ന്. അതിനുശേഷം നമ്മൾ ഇനി ഇലാസ്റ്റിക് വലിച്ചു കൊടുക്കുക, വീണ്ടും ഇതുപോലെ മടക്കിയടിക്കുക. മടക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇലാസ്റ്റിക് ഇതുപോലെ വലിച്ചു കൊടുക്കണം കേട്ടോ. നല്ലപോലെ വലിച്ചു കൊടുക്കണമെങ്കിൽ നല്ല നീറ്റായിട്ട് ബെഡ് കിടക്കുള്ളൂ. ഇതേപോലെ മടക്കി നമ്മൾ അടുത്ത ഒരു മാർക്കിംഗ് ഉണ്ടല്ലോ, നമ്മുടെ ഇപ്പുറത്തെ കോർണറിൽ ഈ സൈഡിലെ മാർക്കിങ് 10 ഇഞ്ചിൽ നമ്മളൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് അവിടെ ഇവിടെ എത്തിയപ്പം നമ്മൾ അവിടെ വെച്ചിട്ട് ഇലാസ്റ്റിക് കട്ട് ചെയ്ത് കൊടുക്കുക. ഉണ്ട്, ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ നീളം നമ്മളിപ്പോൾ ഇവിടെ വലിച്ചെടുക്കുമ്പോൾ കുറച്ചെടുത്താൽ മതി. ഇപ്പം നമ്മൾ 10 ഇഞ്ച് 2 സൈഡിലേക്ക് നമ്മൾ നീളത്തിൽ എടുത്തിട്ടുണ്ട്. അതിനേക്കാളും വലിക്കുമ്പം ഒരു 5 or 6 ഇഞ്ച് കുറച്ചെടുക്കുക. കണ്ടോ, ആ മാർക്കിങ്ങിൻ്റെ അവിടെ വെച്ച് കട്ട് ചെയ്തു. അതിനുശേഷം വീണ്ടും നമ്മൾ അവിടെ വെച്ച് സ്റ്റിച്ചിങ് നിർത്തേണ്ട ആവശ്യമില്ല. വീണ്ടും അത് അതേപോലെ തന്നെ മടക്കി കൊണ്ടുവരിക, ഇലാസ്റ്റിക് ഇല്ലാതെ. അപ്പോൾ നമുക്ക് സൈഡ് ബെഡ്ഷീറ്റിൻ്റെ സൈഡ് ഒപ്പം അടിച്ചെടുക്കുകയും ചെയ്യാം. ഇനിയിപ്പോൾ അടുത്ത കോർണർ എത്തി, അടുത്ത മാർക്കിംഗ് ആണ് ഇപ്പം നമ്മളിവിടെ കാണുന്നത്. അവിടെ വീണ്ടും ഞാൻ ഇലാസ്റ്റിക് അടുത്ത പോർഷൻ വെച്ച് കൊടുത്തു, വീണ്ടും ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുത്തു. അവിടെ നല്ലപോലെ ലോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇലാസ്റ്റിക് തുടങ്ങുന്നിടത്തും അവസാനിക്കുന്നിടത്തും നന്നായി ലോക്ക് ചെയ്യണം. അതിനുശേഷം വീണ്ടും ഇലാസ്റ്റിക് വലിച്ചു പിടിച്ച് ആദ്യം ചെയ്തതുപോലെ തന്നെ അടിച്ചു വരിക അടുത്ത കോർണറിലെ മാർക്കിങ് വരെ.
അപ്പോൾ നമ്മൾ അടുത്ത മാർക്കിംഗ് വരെ എത്തുമ്പോൾ അവിടെ വെച്ചിട്ട് വീണ്ടും കട്ട് ചെയ്യുക. ആദ്യം ചെയ്തതുപോലെ തന്നെ അവിടെ ലോക്ക് ചെയ്യുക. പിന്നെ അവിടെ തയ്യൽ നിർത്താതെ കണ്ടോ, ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്തു, അതിനുശേഷം ഇവിടെ ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അവിടെ തയ്യൽ നിർത്തേണ്ട ആവശ്യമില്ല. വീണ്ടും സൈഡ് മടക്കി അടിച്ച് വരിക, അടുത്ത കോർണറിലേക്ക് വരിക. അങ്ങനെ 4 സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ലാസ്റ്റ് നമ്മൾ തുടങ്ങിയോടത്ത് തന്നെ വന്നു കേട്ടോ. ഇലാസ്റ്റിക് ഇത് കണ്ടോ, ഇവിടെ വരെ നമ്മൾ ഇലാസ്റ്റിക് ആദ്യം അടിച്ച് തുടങ്ങിയോടത്ത് തന്നെ വന്ന് അവസാനിപ്പിച്ച് എടുക്കുക. റൗണ്ട് ചെയ്ത് ഇതേ രീതിയിൽ നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ അടിച്ചെടുത്തപ്പോൾ കണ്ടോ, ഓരോ കോർണർ ഈ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. നല്ല നീറ്റായിട്ട് കിട്ടും. കോർണറുകളിൽ മാത്രമേ നമ്മളിപ്പോൾ ഇലാസ്റ്റിക് വെച്ചിട്ടുള്ളൂ. അല്ലാതെ മൊത്തത്തിൽ ഇലാസ്റ്റിക് വേണമെങ്കിൽ നമുക്ക് വയ്ക്കാം. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി തുണി കൂടുതൽ വേണം കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ബെഡിൽ നമുക്ക് കയറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. കണ്ടോ, അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കേട്ടപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു ചുളിവും ഇല്ലാതെ നമുക്ക് ഇതേപോലെ ബെഡ് നീറ്റായിട്ട് നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കോർണർ കണ്ടോ, ഇവിടെയൊക്കെ നല്ല ടൈറ്റായിട്ടാണ് ബെഡ്ഷീറ്റ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കവറായിട്ട് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. കോർണറുകളെല്ലാം നല്ല നീറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. കോർണറുകളിൽ മാത്രം ഇലാസ്റ്റിക് വരും, നല്ല ടൈറ്റായിട്ട് കിടക്കും. അപ്പോൾ നമ്മൾ പാകത്തിന് തുണി എടുക്കണം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഉപകാരപ്രദമാകുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായി ഇനിയും നമുക്ക് കാണാം. താങ്ക് യു.